പ്രസിദ്ധ മാപ്പിളപ്പാട്ട് ഗായകനും പിന്നണി ഗായകനുമായ എരഞ്ഞോളി മൂസ മരിച്ചുവെന്ന് ഇന്ന് വൈകിട്ടോടുകൂടി സോഷ്യൽ മീഡിയയിൽ വ്യാജ പ്രചരണം ആരംഭിച്ചിരിക്കുകയാണ്. വലിയ തോതിലാണ് ഇത്തരമൊരു പ്രചരണം പ്രചരിക്കുന്നത്. ഈ പോസ്റ്റ് ലക്ഷക്കണക്കിന് പേരാണ് ഷെയർ ചെയ്തത്. ഇതോടുകൂടി എരഞ്ഞോളി മൂസ മരിച്ചു എന്ന രീതിയിൽ ചിലരെങ്കിലും വിശ്വസിക്കുകയും ചെയ്തു. അത്തരത്തിലാണ് പ്രചരണം ശക്തമായത്. എന്നാൽ ഗായകൻ തന്നെ നേരിട്ട് വന്ന് താൻ മരിച്ചിട്ടില്ല എന്ന് പറയുകയായിരുന്നു. അദ്ദേഹം ഏതാണ്ട് 2 മിനിറ്റോളം നീളുന്ന ഒരു വീഡിയോയുമായാണ് രംഗത്ത് വന്നത്. താൻ മരിച്ചിട്ടില്ല, ജീവനോടെ തന്നെ ഉണ്ട് എന്നാണ് എരഞ്ഞോളി മൂസ നേരിട്ട് വന്ന് ഈ പ്രചരണത്തെ എതിർത്തുകൊണ്ട് പറഞ്ഞത്. അദ്ദേഹം മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരിച്ച സന്ദേശം ഇതാണ്: ഇനിയില്ല ഈ നാദം, എരഞ്ഞോളി മൂസക്ക നാഥൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി എന്ന ഒരു വാചകം മാത്രമാണ് പ്രചരിച്ചത്. ഈ വാചകത്തെയാണ് ലക്ഷക്കണക്കിന് പേർ ഷെയർ ചെയ്തത്. അദ്ദേഹത്തെ ആരാധിക്കുന്ന ലക്ഷക്കണക്കിന് ആരാധകരാണ് ഈ പോസ്റ്റ് ഷെയർ ചെയ്തത്. ഇതോടുകൂടി എരഞ്ഞോളി മൂസയുടെ വീട്ടിലേക്ക് വിളികൾ വന്നു തുടങ്ങി. അദ്ദേഹത്തെ അന്വേഷിച്ചു തുടങ്ങി. എന്താണ് സംഭവിച്ചത് എന്നറിയാതെ ലക്ഷക്കണക്കിന് പേരാണ് ആശങ്കപ്പെട്ടത്. അദ്ദേഹം മരിച്ചു എന്ന് വലിയൊരു വിഭാഗം വിശ്വസിക്കുകയും ചെയ്തു. ഇതിനിടെയാണ് എരഞ്ഞോളി മൂസയുടെ ശ്രദ്ധയിൽ ഇക്കാര്യം പെട്ടത്. ഉടൻ തന്നെ അദ്ദേഹം ഒരു വീഡിയോ ഇടാൻ തയ്യാറായി. താൻ മരിച്ചിട്ടില്ല, താൻ ജീവനോടെ തന്നെ ഇരിപ്പുണ്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ വീഡിയോയുടെ ഉള്ളടക്കം. വാട്സാപ്പിലും ഫേസ്ബുക്കിലുമാണ് ഇന്ന് വൈകുന്നേരത്തോടു കൂടി എരഞ്ഞോളി മൂസ മരിച്ചത് എന്ന സന്ദേശം പ്രചരിച്ചു തുടങ്ങിയത്. നിരവധി പേർ ഇത് ഷെയർ ചെയ്തു. ഇതിനെതിരെ എരഞ്ഞോളി മൂസ ഇങ്ങനെയാണ് പറഞ്ഞത്: ഞാൻ എരഞ്ഞോളി മൂസയാണ്, ജീവനോടുകൂടി പറയുന്നതാണ്. എന്നെപ്പറ്റിയൊരു തെറ്റായ വാർത്ത പ്രചരിക്കുന്നുണ്ട്, അത് ഇല്ലാത്തതാണ്. തെറ്റ് ചെയ്തവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. ഇങ്ങനെയാണ് മൂസയുടെ വീഡിയോയിൽ പറയുന്നത്. അദ്ദേഹം നിയമ പോരാട്ടത്തിന് തന്നെ ഒരുങ്ങുന്നുവെന്നാണ് ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സൂചന. കാരണം നിയമത്തിന് മുന്നിൽ ഈ പ്രചരണം നടത്തിയവരെ കൊണ്ടുവരേണ്ടതുണ്ട് എന്ന് അദ്ദേഹം പറയുന്നത് വഴി ഈ തെറ്റായ പ്രചരണം വാട്സാപ്പിലും അതേപോലെ തന്നെ നവമാധ്യമങ്ങൾ, ഫേസ്ബുക്ക് അടക്കമുള്ള നവമാധ്യമങ്ങൾ വഴി ഇത്തരമൊരു മരണവാർത്ത പ്രചരിപ്പിച്ചവരെ അദ്ദേഹം നിയമത്തിന് മുന്നിലേക്ക് കൊണ്ടുവരും എന്ന് തന്നെയാണ് ഈ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നൽകുന്ന സൂചന. തലശ്ശേരിക്കടുത്തുള്ള എരഞ്ഞോളിക്കാരനായ വലിയകത്ത് മൂസയാണ് പിന്നീട് എരഞ്ഞോളി മൂസ എന്ന പേരിൽ മാപ്പിളപ്പാട്ടിലൂടെ ശ്രദ്ധേയമായത്. നമുക്ക് ഒക്കെ അറിയാവുന്നതുപോലെ അടുത്തിടെ ഹിറ്റായ മാണിക്യമലരായ പൂവി എന്ന ഗാനം എരഞ്ഞോളി മൂസയാണ് ആലപിച്ചത്. പിന്നീടാണ് ആ പാട്ടിനെ വീണ്ടും വിനീത് ശ്രീനിവാസൻ പാടി ഹിറ്റാക്കിയത്. ആ സിനിമ ഇതുവരെ ഇറങ്ങിയിട്ടില്ല. പക്ഷേ അതിലെ ഗാനം വലിയ തോതിൽ കേരളമല്ല ലോകം മുഴുവൻ അത് ഏറ്റെടുത്തിരുന്നു. ആ ഗാനം പാടിയത് എരഞ്ഞോളി മൂസയാണ്. മാത്രമല്ല അരിമുല്ലപ്പൂമണം ഉള്ളോളെ, അഴകിലേറ്റം ഗുണമുള്ളോളെ തുടങ്ങിയ നിരവധി പാട്ടുകൾ എരഞ്ഞോളി മൂസ പാടിയിട്ടുണ്ട്. കെ രാഘവൻ മാസ്റ്ററുടെ ശിഷ്യൻ എന്ന നിലയ്ക്കാണ് അദ്ദേഹം കടന്നു വരുന്നത്, സിനിമാ രംഗത്തേക്ക് കടന്നു വരുന്നത്. രാഘവൻ മാസ്റ്ററുമായി അദ്ദേഹത്തിന് ദീർഘകാലത്തെ ബന്ധമാണ് ഉണ്ടായിരുന്നത്. രാഘവൻ മാസ്റ്ററുടെ കൈ പിടിച്ചുകൊണ്ടാണ് എരഞ്ഞോളി മൂസ സിനിമയിലേക്കടക്കം കടന്നു വരുന്നത്. ഏതായാലും എരഞ്ഞോളി മൂസയെ അറിയുന്ന ലക്ഷക്കണക്കിന് പേരാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ പ്രചരിച്ച ഈ വ്യാജ സന്ദേശത്തിൽ ഞെട്ടിയത്. ഏതായാലും എരഞ്ഞോളി മൂസ തന്നെ താൻ മരിച്ചിട്ടില്ല എന്ന് പറയുന്ന ഒരു കൗതുകകരമായ കാഴ്ചയ്ക്കാണ് ഇന്ന് വൈകുന്നേരം കേരളം സാക്ഷ്യം വഹിച്ചത്.